ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 15ാമത്തെ ദിവസമാണ്. ഇപ്പോഴുള്ളത് മണാലിയിലാണ്. ഇനി ഇവിടുന്ന് ഇവിടെ 2-3 സ്ഥലങ്ങൾ കാണാനുണ്ട്. ജോഗിനി വാട്ടർഫാൾസും സോളാങ് വേലയൊക്കെ. മണാലിയിൽ ആ 2 സ്ഥലങ്ങളാണ് മെയിനായിട്ട് കാണുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇന്ന് ഇവിടുന്ന് റോക്താങ്ങിലോട്ട് തിരിക്കും. റോക്താങ് നാളെയാണ് കയറുന്നത്. റോക്താങ് പെർമിറ്റ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ഇന്ന് ഇവിടെ അടുത്തെവിടെയെങ്കിലും നിന്നിട്ട് നാളെ രാവിലെയാണ് റോക്താങ് കയറി ലേ റൂട്ടിലോട്ട് പോകുന്നത്. മണാലിയിൽ നിന്ന് ലേയിലേക്ക് ഒരു 470 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അത് ഒറ്റയടിക്ക് കവർ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദൂരമെങ്കിലും ഇന്ന് കവർ ചെയ്തിട്ട് നാളെ റോക്താങ് കയറി നേരെ ലേ പിടിക്കാനുള്ള പരിപാടിയിലാണ്. എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് പല സ്ഥലങ്ങളിലും. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല റോഡുകളാണ്, ഭൂരിഭാഗം നല്ല റോഡുകളാണ്. പക്ഷെ എന്നാൽ കുറേ സ്ഥലങ്ങളിൽ ഓഫ് റോഡ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ന് റോക്താങ് കുറച്ച് മുന്നേ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. ജോഗിനി വാട്ടർഫോൾസിലേക്കുള്ള വഴിയാണിത്. അത് കയറിക്കൊണ്ടിരിക്കുക. കാരണം മലയുടെ മുകളിലേക്ക് കയറണം തോന്നുന്നു, അറിയില്ല, നോക്കട്ടെ. ഇവിടെ എന്തോ ആപ്പിൾ പോലെ എന്തോ ഉണ്ടായിട്ടുണ്ട്. ആപ്പിൾ തന്നെ തോന്നുന്നു, ഗ്രീൻ ആപ്പിൾ. ജോഗിനി വാട്ടർഫോൾസ് മണാലി. അതിലേക്കുള്ള സ്റ്റെപ്പുകൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. കണ്ടിട്ട് അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ജോഗിനി വാട്ടർഫോൾസിൻ്റെ ആ താഴെയുള്ള വാട്ടർഫോൾ നമ്മൾ കണ്ടു. അതിൻ്റെ മുകളിലൊരെണ്ണെന്ന് തോന്നുന്നു. കാരണം സ്റ്റെപ്പ് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കയറി നോക്കാൻ വെച്ചിട്ടാണ്. പക്ഷെ എളുപ്പമല്ല. 100-300 മീറ്റർ ഹൈറ്റുള്ളൊരു മല അങ്ങനെ കുത്തിനെ വെക്കുന്നു. അതിൻ്റെ മുകളിലേക്കുള്ള വഴിയാവുമെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ജോഗിനി വാട്ടർഫോൾസ്. വെറുതെ ദൂരം കയറിയത് ഒട്ടും നഷ്ടമല്ല, അടിപൊളി. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. നോക്കാം. ക്യാമറയിലങ്ങോട്ട് കറക്റ്റായിട്ടാണ് കിട്ടുന്നില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ രസം ക്യാമറയിൽ കിട്ടുന്നില്ല. നമ്മൾ വണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 45 മിനിറ്റോളം നടന്നിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തിയത്. മൊത്തം കയറ്റം തന്നെയാണ്. ഒരു മല കയറി എത്തണം. ഒരു രക്ഷയില്ല. നല്ല കിടലിന സ്ഥലമാണ് കേട്ടോ. വളരെ സൈലൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വാട്ടർഫോളും. ഇപ്പോൾ വെള്ളം അധികം ഇല്ല, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ പോയി നിൽക്കാൻ പറ്റും. കിടലിന സ്ഥലം. അപ്പോൾ നമ്മൾ ജോഗിനി വാട്ടർഫോൾസ് കണ്ടു. ഇനി അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. കയറുമ്പോൾ കുറേ സ്ഥലത്ത് ഇരുന്നിരുന്നാണ് കയറി വന്നത്. കറച്ച് വയ്യാണ്ടായി. മുകളിലെത്തിയപ്പോൾ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചിറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സോളാങ് വേലി പോകണം. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. കയറാൻ 45 മിനിറ്റ് എടുത്തു. ഇറങ്ങാൻ അത്ര സമയം എടുക്കുന്നതില്ല. അത്ര സമയം വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ഇറങ്ങുമ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ല.
ഇതാണ് സോളാങ് വാലി. ഇവിടെ മഞ്ഞുകാലത്ത് ഇവിടെ ഫുള്ള് മഞ്ഞൊക്കെ മൂടി കിടന്നിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, മറ്റേ സിപ്പ് ലൈനും പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മണാലിയിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് സോളാങ് വാലി. അപ്പോൾ സോളാങ് വാലി കണ്ടു കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കണം. പിന്നെ ജസ്റ്റ് മണാലിയും കാര്യങ്ങളും അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കറങ്ങി കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് റോക്താങ് റൂട്ടിലോട്ട് പോകും. റോക്താങ് പാസ് നമുക്ക് നാളെ കയറാൻ പറ്റില്ല, നമ്മൾ നാളേക്കാണ് പെർമിറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് ഫുഡൊക്കെ വൈകുന്നേരത്തെ രാത്രിക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നാളെ രാവിലെ ഇവിടുന്ന് റോക്താങ് കയറി ലേ റൂട്ടിലോട്ട് പോകും. അപ്പോൾ നാളെ മണാലി ലേ റൂട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഈ റൂട്ടിലൂടെയുള്ള യാത്ര. അപ്പോൾ നാളെ മുതൽ അതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാളെ വീണ്ടും കാണാം.